Good evening, Miss. Good evening, ma'am. Good evening. Good evening. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. ഓക്കെ മാമിന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നൈറ്റിൽ നിങ്ങൾക്ക് ക്ലാസ് വെച്ച് കഷ്ടപ്പെടുത്തുവാണോ? നൈറ്റല്ല, ഈവനിങ് എന്ന് പറയും. ഓക്കെ ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട്. ആരാ ഇന്ന് പ്രെയർ ചെയ്യുന്നത്? ടെക്നോ ക്ലാസ് കാണുന്ന ആരെങ്കിലും ജോയിൻ ആയിട്ടുണ്ടോ? പ്രെയർ ചെയ്യാൻ റെഡിയാണ്. എന്തോ ഞാൻ പ്രേരണ അയച്ചിട്ടില്ല. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാൻ, ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാൻ, ഇത്രയും മനോഹരമായി സദാനമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം,
സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഓക്കെ മിസ്. ഓക്കെ, എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഓപ്പർച്യൂണിറ്റീസ് ഒന്നും മിസ് ചെയ്തിട്ടോ, എല്ലാവർക്കും ആകാം ഔട്ട് ഓഫ് ദ ഡേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാം. എനിക്ക് ഇവിടെ അത് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നു, അങ്ങനെയൊക്കെ തോന്നുന്നു. അല്ലെങ്കിൽ കണ്ട ഒരു മൂവിയുടെ ഒരു ബ്രീഫിംഗ് ചെയ്യാം, ഒരു വായിച്ച ഒരു ബുക്കിന്റെ ഏതെങ്കിലും ഒരു സ്റ്റോറിയോ എന്തെങ്കിലും കണ്ടന്റ്സ്, അല്ലെങ്കിൽ പുറത്തിറങ്ങിയപ്പോ കണ്ട ഒരു കാഴ്ച, എന്തും ബ്രീഫ് ചെയ്യാലോ അല്ലെ? തോട്ട് ഓഫ് ദ ഡേ ഉണ്ട്. സൈൻ ഇൻ ഉണ്ട് മാം. ഓക്കെ, ശ്രീശ്രീ അനുശ്രീ, ഓക്കെ പറഞ്ഞോളൂ. തോട്ട് ഓഫ് ദ ഡേ ആണ്. Education is the most powerful weapon which you can use to change the world. Thank you, ma'am. സൈൻ ഇൻ ഉണ്ട്. ഒരു പാട്ടാട്ടോ പാടുന്നേ. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോട് നീ എന്ത് പരിഭ്രമം മെല്ലയോതി വന്നുവോ, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്തു കാത്തു നിന്നു നീ, തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവെക്കുവാനോടി വന്നതാണു ഞാൻ, രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യകായോടി വന്നതാണു ഞാൻ, അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോട് നീ എന്ത് പരിഭവം മെല്ലെ ഓതി വന്നുവോ. താങ്ക് യു. ഞാൻ 10th പഠിക്കുമ്പോ തോന്നുന്നു ഈ മൂവി ഇറങ്ങുന്നത് കേട്ടോ. 94 ആ ഒരു കാലഘട്ടം. ആ സമയത്ത് ഈ പാട്ട് ഭയങ്കര ഹിറ്റായി. കാരണം ഭയങ്കര ഒരു സുത്തി അങ്ങനെ ഒരു പാട്ടാണല്ലോ. അപ്പൊ ഞങ്ങളുടെ യൂത്ത് ഫെസ്റ്റിവലിന് ഞങ്ങളുടെ ജൂനിയർ ഒരു പയ്യൻ ഈ പാട്ട് പാടുമായിരുന്നു. അപ്പൊ അതിനുശേഷം ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് കുട്ടികളെല്ലാം ആ പയ്യനെ വിളിച്ചിട്ട് ഈ പാട്ട് വീണ്ടും വീണ്ടും പഠിക്കുമായിരുന്നു. അതെനിക്ക് ഓർമ്മ വരുമായിരുന്നു. എത്ര വർഷങ്ങൾ കഴിഞ്ഞു അല്ലേ? ഓക്കെ, നമ്മൾ എന്തായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇതിന്റെ ഡിസ്കഷൻസ് ഒക്കെ ചെയ്തു. ഇനി ടോപ്പിക് റിലേറ്റഡ് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അതും അനുശ്രീ അത് പാടിയപ്പം ഇംപ്രൊവൈസ് ചെയ്യുമായിരുന്നു. അനുശ്രീയുടേതായ ഒരു ടോണൊക്കെ അതിനകത്ത് വെച്ച് ഭയങ്കര രസമായി. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ നമ്മൾ ചെയ്തതെന്ന് പറയാമോ? ക്ലാസ് റൂം മാനേജ്മെന്റ് അല്ലേ? എന്തോ ക്ലാസ് റൂം മാനേജ്മെന്റ്. ക്ലാസ് റൂം ഇവിടുത്തെ ക്ലാസ് റൂം മാനേജ്മെന്റോ? ഞാൻ അത് എടുത്തോ? ഞാൻ ആ പോർഷൻസ് ഹാൻഡിൽ ചെയ്യാറില്ലല്ലോ മാം. മെന്റൽ ഹെൽത്തിനകത്ത് അത് ലാസ്റ്റ് പോയിന്റ്. ആ 2 പാരഗ്രാഫും കഴിഞ്ഞു. ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫഷണൽ ട്രേറ്റ്സ് ഓഫ് എ മെന്റൽ ഹെൽത്ത്. ടീച്ചേഴ്സ് ആർ ദ ഫോളോയിങ്. ഓക്കെ ഓക്കെ ഫൈൻ. അതെല്ലാം സോഷ്യൽ നോളജ് ഉള്ളത് കഴിഞ്ഞു. ഈ ലാസ്റ്റ് പോയിന്റ് മാത്രമേ ഉള്ളൂ. ഞാൻ നോട്ട് നോക്കിയപ്പോ എനിക്ക് മാറിപ്പോയത് മിസ്സേ. ആണോ? ഓക്കെ, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഞാനിത് ഷെയർ ചെയ്യുമ്പോഴേക്കും എന്നോടൊന്ന് പറയൂ. നിങ്ങളുടെ പാർട്ട് 1 കംപ്ലീറ്റ് ആയോ? ഇല്ലല്ലോ. ഞാനിപ്പം എന്റെ ഹെൽത്ത് എടുത്തിരിക്കുന്നു. കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി 4ാമത്തെ ചാപ്റ്ററും 5ാമത്തെ ചാപ്റ്ററും 8ാമത്തെ ഉണ്ട്. 4ഉം 5ഉം 8ഉം ഉണ്ട്. ഓക്കെ ഓക്കെ. പാർട്ട് 2ലേക്ക് ആരും ടീച്ചേഴ്സ് പോയിട്ടില്ലല്ലോ. പാർട്ട് 1 തന്നെയല്ലേ എപ്പോഴും? അല്ല, പാർട്ട് സൈക്കോളജി പാർട്ട് 2 അല്ലേ? അതെ അതെ. അതിലെ 3ാമത്തെ ചാപ്റ്റർ എടുത്തിട്ടുണ്ടിരിക്കുന്നത്. ഫസ്റ്റ് സെക്കൻഡ് കഴിഞ്ഞു. 3ാമത്തെ ആതിര മിസ്. ഓക്കെ ഓക്കെ മാം. ചൈൽഡ് ഡെവലപ്മെന്റ് ഒക്കെ മാം എടുക്കുവാണ്.
ചാപ്റ്റർ കൊണ്ട് കഴിഞ്ഞു. എടാ ഫോർത്ത് എടുത്തതല്ലേ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ്? ഇല്ല അത് അതാരും എടുത്തില്ല. എടുത്തില്ല. പാർട്ട് 1 അശ്വതി മാം എടുത്തിട്ടില്ലേ? ഫോർത്തത്തെ എടുത്തിട്ടില്ല. ഇല്ല. അത് വേറെ ചാപ്റ്ററിലാണ് ഡിസീസിന് പഠിപ്പിച്ചത്. ഇതില് ഒരുപാട് പഠിക്കാൻ ഡിസീസിനെ പറ്റി, അത് പഠിപ്പിച്ചിട്ടില്ല. നാലാമത്തെ പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ. അശ്വതി മിസ് ആണെങ്കിൽ മാം എടുക്കുന്ന യൂണിറ്റ് ആണ് ഫോർത്ത് വണ്ണും ഡിസീസിന്റെ വരുന്ന 7th യൂണിറ്റ് അല്ലേ? അതും ഡിസീസ് വരുന്ന റിലേറ്റഡ് ഒരു ചാപ്റ്റർ ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഡിസീസിനും ഫസ്റ്റ് സ്റ്റേഡും ഒക്കെ അശ്വതി മിസ് ആയിരിക്കും അല്ലേ? ദാറ്റ് ഇസ് ഹെൽത്ത് കെയർ അല്ലേ? ഹെൽത്ത് കെയർ ആണ് 7th യൂണിറ്റ്. പിന്നെ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ് 4th യൂണിറ്റ്. ഈ 4ഉം 7ഉം ഡിസീസിനെ കുറിച്ചാണ്. അത് മിസ്സായിരിക്കും എടുക്കുന്നത്. 8th യൂണിറ്റ് ആരും എടുത്തിട്ടില്ല. ഇല്ല. ഇല്ല അത് എടുത്തിട്ടില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഞാനുണ്ട്, അശ്വതി മിസ് ഉണ്ട്, ആതിര മിസ് ഉണ്ട്, പിന്നെ ആരുള്ളേ? ജോബ്സ് ആർ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് അത്രയല്ലേ ഉള്ളൂ ടീച്ചേഴ്സ്? യെസ്. ഓക്കെ, പാർട്ട് 2 അപർണ മിസ് വന്നിട്ടില്ല, എടുത്തിട്ടില്ല. ഓക്കെ, അപർണ മിസ് ഉണ്ട്. അപർണ മിസ് ഉണ്ടോ ഇവിടെ? ഏത് ചാപ്റ്റർ എടുക്കാനാ? ഇല്ല അപർണ മിസ് എടുത്തിട്ടില്ല. ടൈം ടേബിൾ അപർണന്റെ പേര് കണ്ടിരുന്നേ, പക്ഷെ അങ്ങനെ മിസ് വന്നിട്ടില്ല. പാർട്ട് 2 3rd യൂണിറ്റ് ആണോ ആതിര മിസ് എടുത്തുകൊണ്ടിരിക്കുന്നത്? 1ഉം 2ഉം കഴിഞ്ഞു. 1ഉം 2ഉം കഴിഞ്ഞു. തേർഡ് ആണ് എടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പറയാം നെക്സ്റ്റ് എന്താ വരേണ്ടത്. നമ്മള് ഇതാണോ പറയുന്നത്? ഈ ഒരു പോയിന്റ്സ് ആണോ? അതെ അതെ. ഈ പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു അസസ്മെന്റ് ടൂള് ഉണ്ടാക്കാം. അത് സബ്മിറ്റ് ചെയ്യാനോ അസൈൻമെന്റോ ആക്ടിവിറ്റിയോ ഒന്നും അല്ല കേട്ടോ. നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു അസസ്മെന്റ് ടൂളാണ്. അത് പറഞ്ഞിരുന്നോ ഞാൻ? ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ച് അതിനെ 4 പാർട്സ് ആക്കാൻ പറഞ്ഞിരുന്നു? ഇല്ല. ഒരു നോട്ട്ബുക്ക് വാങ്ങാം, സാധാരണ ഒരു നോട്ട്ബുക്ക്, അതിന് ഈക്വൽ ആയിട്ട് 4 പാർട്സ് ആക്കുക. നമ്മളിപ്പോ പാർട്ട് 2 നിങ്ങൾ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, അതില് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് കഴിഞ്ഞു, സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് ടീച്ചർ എടുത്തുകൊണ്ടിരിക്കുന്നത്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വരും, ലാംഗ്വേജ് ഡെവലപ്മെന്റ് വരും. അതായത് ഓരോ ഏജിലും കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ്, ഡെവലപ്മെന്റ്, അതൊക്കെയാണ് അതിൽ വരുന്നത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 4 പാർട്സ് കുട്ടിയുടെ ലൈഫ് സ്പാനിലെ 4 പീരീഡ് ആണ്, 4 സ്റ്റേജസ് ആയിട്ടാണ്. മറിയ മോണ്ടിസോറി ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിനെ 2 ഡെവലപ്മെന്റ് ഇതിനെ 2 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ചൈൽഡ്ഹുഡ് ആൻഡ് അഡൽട്ട്ഹുഡ് എന്നാണ്. ബർത്ത് തുടങ്ങിയിട്ട് 12 ഇയേഴ്സ് വരെ ഒരു സ്റ്റേജ്, 12 ഇയേഴ്സ് തുടങ്ങിയിട്ട് 18 ഇയേഴ്സ് വരെ അഡൽട്ട്ഹുഡ് എന്നുള്ള രീതിയിൽ മറിയ മോണ്ടിസോറി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 2 സ്റ്റേജസ് ആയിട്ട്. എഗെയിൻ മറിയ മോണ്ടിസോറി ഓരോ സ്റ്റേജിനെയും 2 പീരിയഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ചൈൽഡ്ഹുഡിനെ 2 പീരീഡ് ആക്കി, അഡൽട്ട്ഹുഡിനെ 2 പീരീഡ് ആക്കി. അതായത് 0 to 6 ഇയേഴ്സ് ഒരു പീരീഡ്, പിന്നെ 7 to 12 ഇയേഴ്സ് അടുത്ത പീരീഡ്. പിന്നെ ഈ അഡൽട്ട്ഹുഡിനെ വീണ്ടും 12 to 15 അങ്ങനെ എന്തോ, എനിക്ക് കറക്റ്റ് അത് ഓർമ്മ വരുന്നില്ല, അത് 22 ഇയേഴ്സ് വരെയാണെന്ന് തോന്നുന്നു. അങ്ങനെ 4 പീരീഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പറയാം. അപ്പൊ നമ്മളുടെ ഈ 4 പാർട്സ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിലെ 4 പീരീഡ് ആണ്. പറഞ്ഞുതരാം കേട്ടോ, ഏജ് കറക്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത്, ടീച്ചർ എടുക്കുമ്പോൾ ഓരോ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ഈ ഏജിൽ അങ്ങനെ വരുന്നു, ഈ ഏജിൽ ഇങ്ങനെ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ എടുക്കും. നമ്മളുടെ ഈ പേജിൽ ആ ഏജ് വരുന്ന ആ ഒരു പീരീഡ് എവിടെയാണോ അവിടേക്ക് അത് ആഡ് ചെയ്യണം. ലാംഗ്വേജ് ഡെവലപ്മെന്റ്, കുട്ടി ഓരോ ശബ്ദം ഉണ്ടാക്കി അങ്ങനെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അത് ഏത് ഏജിലാണ്. പിന്നെ അത് മാത്രമല്ല,
നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും നമ്മളുടെ ചുറ്റുപാടും നമ്മുടെ വീട്ടിലുള്ള കുട്ടികളുടെ ആ ചേഞ്ചസും നമുക്ക് അവിടേക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ നിങ്ങളൊരു അസസ്മെന്റ് ടൂൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ രീതികൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഈ ഒരു പ്രായത്തിൽ കുട്ടി എങ്ങനെയായിരിക്കും, അവരുടെ ആ ഒരു ക്രോണോളജിക്കൽ ഏജിൽ കുട്ടി എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. ജനറൽ കൺസെപ്റ്റ്. ഇപ്പോ നിങ്ങളുടെ മുന്നിൽ ഒരു 6 വയസ്സുള്ള ഒരു കുട്ടി വരികയാണ്. പക്ഷെ നോക്കിയപ്പം കുട്ടി ഒരു 2 വയസ്സുകാരൻ പെരുമാറുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് ലാംഗ്വേജ് ആയാലും മൂവ്മെന്റ്സ് ആയാലും ആക്ടിവിറ്റീസ് ആയാലും അങ്ങനെ കാണും. അതിന്റെ അർത്ഥം കുട്ടിയുടെ ക്രോണോളജിക്കൽ ഏജ് 6 വയസ്സാണ്, പക്ഷെ മെന്റൽ ഏജ് 2 വയസ്സിൽ തന്നെ നിൽക്കുവാണ്. അപ്പൊ ഈ 6 വയസ്സുള്ള ഒരു കുട്ടിയെ നമ്മൾക്കറിയാം 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ ആയിരിക്കും. എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും കുട്ടിക്ക് ശരിക്കും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ 2 വയസ്സുകാരന്റെ മെന്റൽ ഏജേ കുട്ടിക്കുള്ളൂ. അപ്പൊ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് നടന്നിട്ടില്ല, ബുദ്ധിപരമായ വികാസം നടന്നിട്ടില്ല, 2 വയസ്സിൽ തന്നെ നിൽക്കുക. അപ്പൊ കുട്ടിയെ എന്തെങ്കിലും തെറാപ്പി, എന്തെങ്കിലും ആക്ടിവിറ്റീസിലൂടെ അങ്ങനെ പതുക്കെ ആ ഒരു 6 ഇയേഴ്സ് എന്നുള്ള ഏജിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പൊ മറിയ മോണ്ടിസോറി ചൈൽഡ്ഹുഡെന്നും അഡൾട്ട്ഹുഡെന്നും 2 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ചൈൽഡ്ഹുഡ് ബർത്ത് തുടങ്ങി 12 ഇയേഴ്സ് വരെ, അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത് 12 ഇയേഴ്സ് തുടങ്ങി 24 ഇയേഴ്സ് വരെ. അഗെയിൻ ഓരോ സ്റ്റേജിനെയും 2 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് ബർത്ത് തുടങ്ങിയിട്ട് 6 വയസ്സ് വരെയും ഫസ്റ്റ് പീരീഡ്, 6 വയസ്സ് തുടങ്ങി 12 ഇയേഴ്സ് ടീനേജ് എത്താറാകുന്ന ആ 12 ഇയേഴ്സ് വരെയും സെക്കൻഡ് പീരീഡ്. ഇനി 12 ഇയേഴ്സ് തുടങ്ങി 18 ഇയേഴ്സ് വരെയും ടീനേജ് ആ ഒരു ഭയങ്കര പീക്കിൽ നിൽക്കുന്ന ആ ഒരു ടൈം, അത് അഡൾട്ട്ഹുഡിന്റെ ഒരു പീരീഡ്, 3ാമത്തെ പീരീഡ് ആയി. പിന്നെ 18 ഇയേഴ്സ് തുടങ്ങി 24 വരെ 4th പീരീഡ്. ഏകദേശം 23-24 ഒക്കെ ആകുമ്പോഴേക്കും നമ്മളുടെ ബ്രെയിൻ നല്ലതുപോലെ ഡെവലപ്പ് ആയിട്ടുണ്ടാവും. ബ്രെയിനിന്റെ ഒരു സൈഡിന് ഇമോഷണൽ സൈഡ് ആണെങ്കിൽ മറ്റേ സൈഡ് ഇന്റലക്ച്വൽ സൈഡ് ആയിരിക്കും. ഈ 2 സൈഡും മെച്ചൂർ ആയിട്ടുണ്ടാവും 23-24 ഒക്കെ ആകുമ്പോഴേക്കും. ആ സമയത്ത് ഇരുത്തം വന്നു, പക്വത വന്നു എന്നൊക്കെ നമ്മൾ പറയേ, ആ സമയത്ത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് റൈറ്റ് ആയിരിക്കും. നമുക്ക് റോങ് വേയിൽ ഒരിക്കലും പോകില്ല എന്നാണ് പറയുന്നത്. കുട്ടികൾ അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കാൻ പെട്ടെന്ന് നല്ലൊരു പ്രായം അതാണെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ ആവുക എന്നൊക്കെ പറയുമ്പോൾ തമാശയ്ക്കൊന്നും അവർ ചെയ്യില്ല, ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ തന്നെ. അതിലും ചെറിയ പ്രായത്തിൽ ആ ഒരു ഫീലിങ്സ് ഒക്കെ വരും. ഡെഫിനറ്റ്ലി അതൊരു തെറ്റെന്നല്ല, അങ്ങനെ വന്നില്ലെങ്കിൽ അതിശയുള്ളൂ. അപ്പൊ അങ്ങനെ വരും. പക്ഷേ അവർക്കൊരു സ്പേസ് ഉണ്ടായിരിക്കണം. അവർക്ക് ഇങ്ങനൊരു ഫീലിങ്സ് ഒരാളോട് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്ന അമ്മയായാലും ചേച്ചിയായാലും ഒരു നല്ല സുഹൃത്താണെങ്കിലും അച്ഛനാണെങ്കിലും ചേട്ടനാണെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ വന്ന് പറയും. കാരണം അവർക്കത് തന്നെ ആ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ നമ്മളോട് ഷെയർ ചെയ്യുന്ന ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ആ ബന്ധത്തിൽ സീരിയസ് ആകുന്നതിന് മുമ്പ് തന്നെ നമ്മളെ അറിയിക്കും. അതേസമയം ഇത് എന്താ പറയാ, ഈ ഒരു കുട്ടി ഒരു 9th 8th പഠിക്കുന്ന പെൺകുട്ടി അമ്മോട് സ്കൂളിൽ കഴിഞ്ഞ് വന്ന വിശേഷങ്ങൾ പറയൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, അമ്മയ്ക്ക് അറിയൂ എന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് അവളും വേറൊരു പയ്യന്റെ പേരും കൂടെ പറഞ്ഞിട്ട് തമ്മിൽ ലൈനാണ്. കുട്ടി ഭയങ്കര ക്യൂരിയസ് ആയിട്ട് അമ്മോട് ആ വിശേഷം പറയുവാണേ. അപ്പൊ അമ്മ എടുത്തമാക്കി പറയുക, ഷൗട്ട് ചെയ്തോണ്ട്, നീ എങ്ങാനും ഇങ്ങനെ പോയിരുന്നെങ്കിൽ നിന്നെ ശരിയാക്കും, നിന്നെ ഈ വീടിനകത്ത് അടച്ചിടുന്നോ, നിന്റെ അടിച്ച് തോല് പൊളിക്കുന്നോ, അങ്ങനെ എന്താണ്ട് ഷൗട്ട് ചെയ്ത് പറയും. കുട്ടി അങ്ങ് പേടിച്ചു പോയി. അപ്പൊ അവൾക്ക് അങ്ങനെ ഒരു ക്രഷ് ഒരാളോട് തോന്നിക്കഴിഞ്ഞാൽ അവൾ അമ്മോട് പറയും, അവള് ഹൈഡ് ചെയ്യില്ലേ. കാരണം ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോ ഇതാണ് അവസ്ഥ. അപ്പൊ സ്വന്തം കാര്യം പറയാനായിട്ട് ഒട്ടും ഹൈഡ് ചെയ്യും. ഹൈഡ് ചെയ്യുന്നത് കൂടുതൽ ഇഷ്യൂസിലേക്ക് പോകും. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് തന്നെയാണ്. അവർക്ക് ആ ഒരു അഡോളസൻസ് ഏജിൽ ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ വരും. പക്ഷെ അവർക്കത് തുറന്ന് പറയാനായിട്ട് നല്ലൊരു സ്പേസ്, ഒരു ഹെൽത്തി ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവരൊരിക്കലും ഒരു റോങ് വേയിലേക്ക് പോവില്ല. അപ്പോ പറയുന്നത് ഈ ബ്രെയിൻ നല്ല ഡെവലപ്പ് ആകുന്നത് ഇമോഷണലി ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുമല്ലോ, 24 വയസ്സാവട്ടെ അപ്പൊ എന്റെ ബ്രെയിൻ ഇമോഷണലി ഇന്റലക്ച്വലി മെച്യൂർ ആവും, അപ്പൊ ഞാൻ ആലോചിക്കാനല്ല. ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും ബാലിശമായ ആ ഒരു അപക്വമായ ഇമ്മച്യൂർ ആയിട്ടുള്ള രീതിയിലുള്ള ഡിസിഷൻസ് ഒന്നും എടുക്കില്ല. അതിന്റെ കരിയർ ആണെങ്കിലും
ഫർദർ സ്റ്റഡീസ് ആണെങ്കിലും നല്ലൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടായിരിക്കും ആളുകൾ പോകുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നോട്ട്ബുക്കിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് പീരീഡ് 0 to 6 years, ബർത്ത് തുടങ്ങി 6 years, സെക്കൻഡ് പീരീഡ് 6 years തുടങ്ങി 12 വയസ്സ് 12 years, തേർഡ് പീരീഡ് 12 years തുടങ്ങി 18 years, ഫോർത്ത് പീരീഡ് 18 years തുടങ്ങി 24 years. അപ്പൊ നമുക്ക് നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങള്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് ആ ഡെവലപ്മെന്റ് സ്റ്റേജസ്, പിന്നെ ഓരോ സൈക്കോ അനാലിസിസ് എവിടെയെങ്കിലൊക്കെ വായിച്ച് നമുക്ക് കിട്ടുന്നതെല്ലാം നമ്മൾ ആ ഒരു പേജിന്റെ ഏത് ഏജ് റിലേറ്റഡ് കാര്യങ്ങളാണോ കിട്ടുന്നത് അത് എഴുതി വെക്കാം. കുറേ നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് പോകുന്നു. നമുക്ക് ആക്ച്വലി 3 to 6 years കുട്ടികളെ ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നത്. പക്ഷേ അത് നമ്മുടെ പ്രൊഫഷണൽ സൈഡില്. പക്ഷെ എന്നാലും ആ സ്കൂളില് അതിൽ കൂടുതൽ ഏജുള്ള കുട്ടികൾ ഉണ്ടാകും. നമുക്ക് ഏതെങ്കിലും കുട്ടിയിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ നീഡ്സ് അറ്റൻഷൻ വേണ്ടുന്ന ഒരു കുട്ടിയുണ്ട് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ടീച്ചറെയോ അല്ലെങ്കിൽ പാരന്റ്സിനെയോ നമുക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ കൊടുക്കും. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും. ഒരു പക്ഷെ നമുക്ക് അതിനെ സോൾവ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷെ നമുക്ക് അവരെ ഗൈഡ് ചെയ്യാം. നിങ്ങൾ ഇങ്ങനെ ഉള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസോ തെറാപ്പിയോ കിട്ടും. കുട്ടിയെ കൊണ്ടുപോകും. കുട്ടിയുടെ ഈ ഒരു ഇഷ്യൂ അറിഞ്ഞില്ലേ, ഇപ്പൊ 2 വയസ്സിന്റെ 6 വയസ്സുകാരൻ 2 വയസ്സിൽ നിൽക്കുക, അവിടെ നിന്ന് 6 വയസ്സിലേക്ക് എത്തിയിട്ടില്ല. അതൊരു പ്രോബ്ലം തന്നെയാണ് ശരിക്കും. ലാംഗ്വേജ് ശരിയാകാതെ വരിക, അവരുടെ മൂവ്മെന്റ്സ്, കൈയുടെ മൂവ്മെന്റ്സ്, അവർ നടക്കുമ്പോഴുള്ള മൂവ്മെന്റ്സ്, ബോഡിയുടെ കോർഡിനേഷൻ 2 വയസ്സുകാരനെ പോലെയാണ് ഒരു 6 വയസ്സുകാരൻ നടക്കുന്നത്. കാരണം ബോഡി കോർഡിനേഷൻ, ബോഡി കൺട്രോൾ, ബിഹേവിയർ എല്ലാം നല്ല ബാലൻസ് ആയിട്ടുണ്ട്. 2 വയസ്സുകാരൻ ഒരുപക്ഷെ വേച്ച് പോകുമായിരിക്കും, എവിടെയെങ്കിലും ഒന്ന് വീഴും, ചാടി എണീക്കുമായിരിക്കും. പക്ഷെ ഒരു 6 വയസ്സുകാരന്റെ ബോഡി കോർഡിനേഷൻ ബാലൻസ് കറക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ എന്തോ ഫിസിക്കൽ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. കറക്റ്റ് സമയത്ത് നമ്മൾ അഡ്രസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബാംഗ്ലൂര്, 2 ആൺകുട്ടികളാ. കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂർ സെറ്റിൽ ചെയ്യായിരുന്നു. അപ്പൊ കുട്ടികളെല്ലാം ജനിച്ചതും വളർന്നതും എല്ലാം ബാംഗ്ലൂർ പോലുള്ളൊരു ഹൈടെക് സിറ്റിയില് ജനിച്ചു വളർന്ന കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാം ഭയങ്കര ലാംഗ്വേജ് ആയിരിക്കുന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത് ഇംഗ്ലീഷിലൊക്കെ. ഈ കുട്ടികൾ പഠിച്ചത് ICSE സ്കൂളിലാണ്. പക്ഷെ ഇതിന്റെ മൂത്ത മോനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിപ്പോ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ കഴിയാറായി. ലാംഗ്വേജേ ഇല്ല. ആ മോന്റെ അതായത് എന്റെ ഫ്രണ്ട്, അതിന്റെ അമ്മ സമ്മതിക്കുന്നു അവന്റെ ലാംഗ്വേജ് ഇല്ല എന്നുള്ളത്. ആ കുട്ടിക്ക് മലയാളം അറിയില്ല ശരിയായിട്ട് പറയാൻ, ഇംഗ്ലീഷും ശരിയായിട്ട് പറയുന്നില്ല, ഹിന്ദി ശരിയായിട്ട് പറയുന്നില്ല, അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് കന്നഡയും ശരിയായിട്ട് പറയാൻ പറ്റുന്നില്ല. തമിഴും യൂസ് ചെയ്യുന്നുണ്ടല്ലോ അവിടെയൊക്കെ, തമിഴും മര്യാദയ്ക്ക് പറയുന്നില്ല. ഇങ്ങനെ ഒരു പ്രോബ്ലം ആ കുട്ടിയിലുണ്ട്. അത് ചെറുപ്പത്തില് അതിന്റെ പാരന്റ്സ് ഐഡന്റിഫൈ ചെയ്യാതെ വന്നതായിരിക്കാം. നല്ലപോലെ അപ്പൊ അവന്റെ പ്രസന്റേഷൻ സ്കില്ലിനെ ബാധിച്ചേക്കണേ. എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോഴേക്കും ഒരു 19 years ഒക്കെ ആയിട്ടുണ്ടാവും, 20 years അടുത്തായിട്ട്. അപ്പോ അങ്ങനെ ഒരു ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക് പ്രോബ്ലം ആ കുട്ടിക്ക് ചെറുപ്പം തുടങ്ങി ഉണ്ടായത് ഈ കുട്ടിയുടെ പാരന്റ്സ് ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ പറഞ്ഞു കുട്ടികളുടെ ഗ്രോത്ത് ഡെവലപ്മെന്റ് 2 കാര്യങ്ങളെ ബാധിക്കുന്നുണ്ട് മെയിൻ ആയിട്ടും. ഒന്ന് ഹെറിഡിറ്റി, അതായത് ജനറ്റിക് പാരമ്പര്യമായിട്ടുള്ളത്. രണ്ടാമത്തത് അവർ വളർന്ന സാഹചര്യം, എൻവിയോൺമെന്റ്, സറൗണ്ടിങ്സ്, അല്ലെ? അപ്പൊ ഈ 2 കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യുന്നു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ. 2 കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹെറിഡിറ്റി ആയിട്ട് വരുന്നത് നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല, അല്ലെ? നമുക്ക് കുട്ടികളുടെ ക്രോമസോമുകളില് 23 ക്രോമസോം അമ്മ സൈഡിൽ നിന്ന് കിട്ടും, 23 ക്രോമസോം അച്ഛൻ സൈഡിൽ നിന്ന് കിട്ടും. അപ്പോ ടോട്ടൽ 46 ക്രോമസോം ആണ് വരുന്നത്. അതിനനുസരിച്ചുള്ള സ്വഭാവ സവിശേഷതകൾ, പേഴ്സണൽ ട്രൈറ്റ്സ്, ബിഹേവിയർ ഒക്കെ ആയിരിക്കും. ഒരുപക്ഷെ അമ്മയിൽ നിന്ന് നേരിട്ടായിരിക്കില്ല കിട്ടുക, അമ്മയുടെ ഫാമിലിയിലെ മുമ്പിലത്തെ ജനറേഷനിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അതുപോലെ അച്ഛന്റെ അതേ സ്വഭാവം ആയിരിക്കണം ഇല്ല കിട്ടുന്നത്. അങ്ങനെ വരും. അപ്പൊ ഇങ്ങനെ ആ ഹെറിഡിറ്റി ആയിട്ട് വരുന്നത് നമുക്ക് ഇച്ചിരി പാടായിരിക്കും. പക്ഷെ കുട്ടി വളരുന്ന എൻവിയോൺമെന്റിനെ നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അവന് വളരാനുള്ള ഒരു സാഹചര്യം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവനിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്ന പറയും. ഒരു സീരീസ് മലയാളം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, 1000 Babies കണ്ടിട്ടുണ്ടോ? 1000 Babies നമുക്കത് കാണാനായിട്ട് പറയും. ഞാൻ അതിന്റെ കഥ കൂടുതൽ പറഞ്ഞ് സ്പോയിലർ ആവുന്നില്ല, കാണാത്തവർക്ക് കാണാം. ആ 1000 Babies ശരിക്കുള്ള ബയോളജിക്കൽ പാരന്റ്സിന്റെ അടുത്തല്ല കുട്ടികൾ ജീവിക്കുന്നത്, അവര് വേറെ പാരന്റ്സിന്റെ അടുത്താണ് എത്തപ്പെടുന്നത്. അപ്പൊ ഈ ബയോളജിക്കൽ പാരന്റ്സിന്റെ സ്വഭാവ സവിശേഷതകൾ ഹെറിഡിറ്റി ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഈ കുട്ടിയിലുണ്ട്.
കുട്ടി നല്ലൊരു എൻവയോൺമെന്റിൽ വളർന്നിട്ടും ബയോളജിക്കൽ പാരന്റ്സിന്റെ നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടറും ബിഹേവിയറും കുട്ടികൾ കാണിക്കുന്നതായിട്ട് നമുക്ക് ആ സീരീസിൽ കാണാം. അതുപോലെ നല്ല പാരന്റ്സിൽ, നല്ല സ്വഭാവമുള്ള പാരന്റ്സിൽ ജനിച്ച കുട്ടി മോശം എൻവയോൺമെന്റിൽ വന്നിട്ട് നല്ല ഒരു മനുഷ്യനെ പോലെ പെരുമാറുമ്പോൾ അതിനകത്ത് കാണും. അപ്പൊ ഹെറിഡിറ്റി എൻവയോൺമെന്റും കുട്ടികളുടെ വളർച്ചയെ നല്ല പോലെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ നോട്ട്ബുക്ക് വാങ്ങിച്ച് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ബർത്ത് തുടങ്ങി, ഇത് അസൈൻമെന്റും അല്ല, ആക്ടിവിറ്റി അല്ല, സബ്മിറ്റ് ചെയ്യാനുള്ളതല്ല, നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അസസ്മെന്റ് ടൂളാണ്. ഒരു കുട്ടിയെ കണ്ടാൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് ആ കുട്ടിയുടെ ഏജിനനുസരിച്ച് അവൻ കാണിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന പോലെ ആ ഏജ് വരുന്ന പോർഷനിൽ നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളാകാം, നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വന്തം കുട്ടികളാകാം, നമ്മുടെ റിലേറ്റീവ്സിന്റെ കുട്ടികളാകാം, നമ്മുടെ നൈബർഹുഡിൽ വരുന്ന കുട്ടികളാകാം, എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു അസസ്മെന്റ് ടൂളാണ്. അവരുടെ ഇന്റലക്ച്വൽ ലെവലും ഡെവലപ്മെന്റും എല്ലാം കറക്റ്റ് ആണോ പോകുന്നത്. ടീച്ചേഴ്സ് ആ ഡെവലപ്മെന്റ് ഓരോരോ ഡെവലപ്മെന്റ് സ്റ്റേജസ് എടുക്കുമ്പോൾ ഒരു ഏജിനനുസരിച്ച് പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. അല്ലാതെ ഇത് എക്സാം ടൈം ആവുമ്പോഴേ കുട്ടികൾ എപ്പോഴും കൺഫ്യൂഷൻ പറയും. ഏജ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് അതിനെ മനസ്സിലാക്കിയിട്ട് വെക്കുവാണ്, നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് അത് കൺഫ്യൂഷൻ വരില്ല. ഈ കാണാതെ പഠിക്കുമ്പോഴാണ് ആ ഒരു കൺഫ്യൂഷൻ വരുന്നത്. പണ്ട് തുടങ്ങി എല്ലാവർക്കും ഉള്ളതാ. ഇയർ, ഡേറ്റ് ഒക്കെ എക്സാമിന് വരുമ്പോൾ അത് മാറി മാറി പോവില്ലേ. പക്ഷെ നമ്മൾ അതൊന്ന് കണക്ട് ചെയ്ത് പറയുമ്പോൾ അത് കറക്റ്റ് ആവും. അതുകൊണ്ട് ഞാൻ എക്സാമിന് ഏജ് ഒക്കെ വരുന്ന രീതിയിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിഫർ ചെയ്യാറില്ല, ഞാൻ ഇടാറില്ല കേട്ടോ സാധാരണ. കാരണം എല്ലാവർക്കും അതൊരു കൺഫ്യൂഷൻ ആണെന്നുള്ളത്. പിന്നെ അതുമല്ല, നമ്മൾ അതൊക്കെ അത് ജനറലൈസ് ചെയ്ത് പറയാനേ പറ്റുള്ളൂ. എല്ലാ കുട്ടികളുടെയും മൂവ്മെന്റ്സും ഡെവലപ്മെന്റും ആ കറക്റ്റ് ഏജിൽ തന്നെ ആവണമെന്നില്ല. എന്റെ മോൻ 8 മാസമായപ്പോ നടന്നു, അതിനുശേഷമാണ് ഇരുന്നത്. ശരിക്കും ഓർഡർ അനുസരിച്ച് ഇരിക്കുന്നത് അതിന് മുമ്പാണല്ലോ, അതിനുശേഷമല്ലേ എണീറ്റ് നടക്കാൻ തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഒരു കുട്ടി ഇങ്ങനെയാണ് കറക്റ്റ് പോകുന്നത്, ഈ ഓർഡറിലാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ബുക്ക് നിങ്ങൾ തയ്യാറാക്കുക. ഏജ് പറഞ്ഞത് മനസ്സിലായല്ലോ? 0 to 6. മാം ഒന്നും കൂടെ പറ. 0 to 6, അതായത് ബർത്ത് തുടങ്ങി 6 വയസ്സ് വരെ ഫസ്റ്റ് പീരീഡ്. 6 വയസ്സ് തുടങ്ങി 12 വയസ്സ് ടീനേജിൽ എത്തുന്നതിനും തൊട്ട് മുൻപ് 12 വയസ്സ് വരെ സെക്കൻഡ് പീരീഡ്. ഈ 2 പീരീഡും ചൈൽഡ്ഹുഡ് എന്നുള്ള സ്റ്റേജിലാട്ടോ വരുന്നത്, കുട്ടിക്കാലം, ചൈൽഡ്ഹുഡ്. നെക്സ്റ്റ് 12 ഇയേഴ്സ് തുടങ്ങി 18 ഇയേഴ്സ് വരെയും ആ ടീനേജ്, ആ പീക്ക് ടീൻസ് അല്ലെ, അത് തേർഡ് പീരീഡ്. പിന്നെ 18 ഇയേഴ്സ് തുടങ്ങിയിട്ട് 24 ഇയേഴ്സ് വരെ ഫോർത്ത് പീരീഡ്, തിരുവന്ന് പക്വതയൊക്കെ വരുന്ന ഒരു സമയം. അഡൾട്ട്ഹുഡിന്റെ 2 പീരീഡ് ആണ്. 12 to 18 ഇയേഴ്സ് തേർഡ് പീരീഡും 18 to 24 ഇയേഴ്സ് ഫോർത്ത് പീരീഡും. നോട്ട്ബുക്കിനെ കറക്റ്റ് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളും ഒബ്സർവ് ചെയ്ത കാര്യങ്ങളും എല്ലാം അതിലേക്ക് ആഡ് ചെയ്ത് വെക്കും. ഏതെങ്കിലും ഒരു കുട്ടിക്ക് നമ്മളുടെ ഒരു സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ പാരന്റ്സിനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഒരു കറക്റ്റ് ചെയ്യാനോ മിസ്റ്റേക്കോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ്, നിങ്ങളൊന്ന് പോയി നോക്കിയാൽ നല്ലതായിരിക്കും. അങ്ങനെ നമുക്ക് മെന്റൽ ഏജ് ക്രോണോളജിക്കൽ ഏജും ഒരേപോലെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റും. മാം അതേപോലെ ഓഗസ്റ്റ് ആദ്യമൊക്കെ ആവുമ്പോ റെക്കോർഡിന്റെ കാര്യം പറയണോന്ന് പറഞ്ഞു. ഓഗസ്റ്റ് ലാസ്റ്റ് ആയി. ഓക്കെ. ഈ നമ്മുടെ ഈ പോയിന്റ്സ് ഒന്ന് കഴിഞ്ഞിട്ട് പറയാം, ഇതിപ്പോ തീരുമല്ലോ. ഓക്കെ. കറക്റ്റ് ഏത് ക്ലാസ്സാണ് എടുക്കുന്നത് അവരുടെ മെറ്റീരിയൽസ് എന്റെ കയ്യിൽ നിന്ന് മിസ് ആയിട്ടാണ് പറയും. ഓക്കെ, നമ്മൾ ഈ പോയിന്റ്സ് പറഞ്ഞത് ഓക്കെ. ആ ഒരു മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ടീച്ചർ എങ്ങനെയായിരിക്കണം എന്നാണ്, അവർക്ക് അവരുടെ സബ്ജക്റ്റിനെ കുറിച്ച് നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം. സ്പെഷ്യൽ ഏതിലാണോ ഒരു സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു പ്രത്യേകമായിട്ട് അവർക്ക് അതിനെപ്പറ്റി നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, കാര്യങ്ങള് കൺവേ ചെയ്യാനായിട്ട് പറ്റും, അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, അതിനുള്ള വില്ലിങ്നെസ്, ആ ഒരു ഞാനത് ചെയ്യണം, ഞാനത് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള വില്ലിങ്നെസ്. പിന്നെ അവരുടെ പ്രൊഫഷണൽ സ്കിൽസ്,
അത് ഇംപ്രൂവ് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ള ആ ഒരു ഡിസയർ, ആ ഒരു ആഗ്രഹം. അല്ലാതെ എനിക്ക് ഇത്രയൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ അങ്ങനെയല്ല. നമ്മൾ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ കുട്ടിയെ കാണുമ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മളുടെ രീതികൾ. അത് പ്രൊഫഷണൽ ബുക്സോ മാഗസീൻസോ എല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കപ്പാസിറ്റി ടു വർക്ക് ടുഗദർ, കോപ്പറേഷൻ അല്ലെ, കൂടെ വർക്ക് ചെയ്യുന്ന കുറെ സ്റ്റാഫുകൾ ഉണ്ടാവുമായിരിക്കും. അവരുമായിട്ട് ഒരുമിച്ച് സഹകരിച്ച് ആ ഒരു കോപ്പറേഷൻ, മോണ്ടിസോറി മെത്തേഡിൽ ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ട്, ഒരു റിസൾട്ട് ആണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്, കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നത്. അപ്പൊ ആ കുഞ്ഞുങ്ങളെ നോക്കുന്ന ടീച്ചർമാരിൽ അത് ഉണ്ടാവുന്നുണ്ട്. കോപ്പറേഷൻ, സഹകരണ മനോഭാവം നമ്മൾ മലയാളത്തിൽ പറയും. എല്ലാവരുടെ എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്യാം മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സുമായിട്ട്. സ്റ്റാഫ് മെമ്പേഴ്സിനെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നുണ്ട്. ഒരു കപ്പാസിറ്റി അവർക്ക് ഉണ്ടാകണം. പിന്നെ അവനവന്റെ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ട് അത് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റണം. കോപ്പറേറ്റീവ് ഫംഗ്ഷനിങ്, കുട്ടികളെ ആക്സെപ്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനുമുള്ള ഒരു മനസ്സ് ഉണ്ടായിരിക്കണം. പിന്നെ എന്റെ ഈ ഒരു എന്താ പറയാ സൊസൈറ്റിയിൽ എന്റെ റോൾ എന്താണ്, എന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്. കാരണം ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ സൊസൈറ്റി ഇങ്ങനെ അവരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും. കാരണം കുറേ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സിനെ ബിൽഡ് ചെയ്യുന്നവരാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു റെസ്പോൺസിബിലിറ്റി ടീച്ചർക്കുണ്ട്. ആ ടീച്ചറോട് അതിനനുസരിച്ചുള്ള റെസ്പെക്ട് ആളുകൾ കാണിക്കും. അങ്ങനെയുള്ള സോഷ്യൽ എക്സ്പെക്ടേഷൻസ്, അതിനെക്കുറിച്ച് സ്വന്തം റോള് എന്താണ്, എന്റെ റോൾ എവിടെ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. പിന്നെ റെസ്പെക്ട് ഫോർ ഐഡന്റിറ്റി ആൻഡ് വൺസ് പ്രൊഫഷൻ. സ്വന്തം ഐഡന്റിറ്റി മാത്രമല്ല, മറ്റുള്ളവരുടെ ഐഡന്റിറ്റി, മറ്റുള്ളവരുടെ പ്രൊഫഷനും, എന്ത് പ്രൊഫഷനിലുള്ളവരാണെങ്കിലും അതെല്ലാം റെസ്പെക്ട് ചെയ്യണം. ഇതാണ് ഒരു മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരു ടീച്ചർക്ക് വേണ്ടുന്ന ഒരു ക്വാളിറ്റീസ് അല്ലെങ്കിൽ അവരുടെ കപ്പാസിറ്റി, എബിലിറ്റി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതായിരുന്നു ആ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ഞാൻ റെക്കോർഡ്സ് പറയണമെന്നല്ലേ പറഞ്ഞിരുന്നേ. എത്ര റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് എവിടം വരെ കിട്ടി? രണ്ട് റെക്കോർഡും 4ാമത്തെ റെക്കോർഡും ആണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞോ? നിങ്ങളത് ഒരുവിധമൊക്കെ ആയി കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. എന്നാലും ഒരു ഐഡിയ ഒക്കെ കിട്ടി അതെങ്ങനെ എഴുതി വെക്കണം എന്നൊക്കെ ഒരു ഇതുണ്ടല്ലേ. പെൻഡിങ്ങിൽ അങ്ങനെ പോകരുത്. അങ്ങനെ പറ്റുന്ന സമയങ്ങളിലൊക്കെ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ളതൊക്കെ നോക്കണം. ഇനി ഞാൻ സെക്കൻഡും തേർഡും ആണ് പറയുന്നത്. സെക്കൻഡും തേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. സെക്കൻഡും തേർഡും ഒന്നില് റൈംസും ഒന്നില് സ്റ്റോറീസും ആണ്. അപ്പൊ ആ സെക്കൻഡും തേർഡും ആണ് നെക്സ്റ്റ് വരുന്നത്. മാം ഇപ്പം തന്നത് 1ഉം 4ഉം ആണോ ആദ്യം അതെ തന്നത്? അതെ. ഓക്കെ. നെക്സ്റ്റ് ഇല്ലുസ്ട്രേറ്റഡ് ആക്ഷൻ റൈം ബുക്ക്. മറ്റുള്ള റെക്കോർഡ്സ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയുവാണ്, നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും രീതിയിലുള്ള സ്റ്റോറീസ് എഴുതണം എന്നുണ്ടെങ്കിൽ, ഞാൻ തന്നിരിക്കുന്ന തീം അല്ലാതെ എഴുതാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എഴുതാം കേട്ടോ. ഇതിൽ കാണാം മോളിലൊരു ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. there should be at least one illustration and drawn or pasted. ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചേഴ്സ്. നമ്മൾ എന്ത് റൈമാണോ എഴുതുന്നത് അതുമായിട്ട് കണക്ട് ചെയ്യുന്ന പിക്ചേഴ്സ് നിങ്ങൾക്ക് വരയ്ക്കുകയോ പേസ്റ്റ് ചെയ്യുകയോ ചെയ്യാം. ഇതുകൊണ്ടാണ് പറഞ്ഞത് വൺ സൈഡ് റൂൾഡും വൺ സൈഡ് ലെഫ്റ്റ് സൈഡ് പ്ലെയിൻ ആണെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതുന്നു, ലെഫ്റ്റ് സൈഡിൽ അതിന്റെ പിക്ചർ നമുക്ക് പേസ്റ്റ് ചെയ്യാൻ. വീഡിയോ കാണുന്നില്ല. ഏതാ മാം? വീഡിയോ കാണുന്നില്ല, ഓഡിയബിൾ കാണുന്നില്ല? ഇല്ല. എല്ലാവർക്കും ഇല്ല, കാണാൻ പറ്റുന്നുണ്ട്.
കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അത് ചിലപ്പോ ലാഗ് ചെയ്തായിരിക്കാം. കാരണം ഞാൻ കുറച്ചു മുമ്പ് ഞാൻ ജസ്റ്റ് അറിയാതെ വീഡിയോ ഒന്ന് ക്ലോസ് ചെയ്തായിരുന്നു. അപ്പൊ അത് പിന്നെ ഓൺ ആക്കിയപ്പം ആ ഒരു ലാഗിങ് ആയിരിക്കാം ആയി വരാനായിട്ട്. ഇപ്പൊ തന്നെ കാണുമായിരിക്കും. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഫസ്റ്റ് വൺ, ആൽഫബറ്റിക്കൽ സോങ്സ്. കുട്ടികളെ നമുക്ക് ആൽഫബറ്റ്സ് പഠിപ്പിക്കണം. ചുമ്മാ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്നതിനേക്കാളും ഒരു ആക്ഷൻ സോങ്ങിലൂടെ അവരെ പഠിപ്പിക്കുവാണെങ്കിൽ അത് നന്നായിരിക്കില്ലേ? 2 എണ്ണം എഴുതണം. ഒരു 8 ലൈൻസ്. കുറേ ലൈൻസ് എഴുതിയാൽ കുട്ടികൾക്ക് മടുക്കും. ഒരു 8 ലൈനും 10 ലൈനൊക്കെ ആണെങ്കിൽ അവര് നല്ല സുഖമായിട്ട് നമ്മളുടെ ഒപ്പം അത് പാടും. ആക്ഷൻസ് ഒക്കെ കാണിച്ച് അവര് പാടും. ആ രീതിയിൽ ആൽഫബറ്റിക്കൽ സോങ്സ് എഴുതുക. ഞാൻ എഴുതിയത് ഒരു മോഡൽ പോലെ നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിക്കാം. റെക്കോർഡ് എടുത്തോട്ടെ. മാം ഇത് സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണോ അതോ അതെ വേറെ അതെ, ഏതെങ്കിലും നമ്മള് നമ്മൾ സ്വന്തം സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണോ? അതെ അതെ, തന്നെ ക്രിയേറ്റ് ചെയ്യണം. പറ്റും. അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നൊക്കെയാ ഐഡിയാസ് കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ആൽഫബറ്റിക്കൽ സോങ്സിൽ ഞാൻ എഴുതിയത് ഞാൻ പറയാം, വായിക്കാം. ABCD come together, EFGH stand together, IJKL sit together, MNOP jump together, QRST run together. കുട്ടികളെ കൊണ്ട് ആ ഒരു ആക്ഷൻസും കാണിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. UVW clap together, XYZ stay together. ഇങ്ങനെ നമ്മൾ ആക്ഷൻ സോങ്സ് ഒക്കെ ചെയ്യിക്കും. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനൊരു പിക്ചർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? ക്ലാസ് റൂമിൽ കുട്ടികൾ ഇരിക്കുന്ന പോലെ. പിന്നെ നമുക്ക് ഈ സ്റ്റെൻസിൽ പോലെ ആൽഫബറ്റ്സ് കിട്ടില്ലേ, അത് വെച്ചിട്ട് വരച്ചു. അങ്ങനെയൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല. എനിക്കങ്ങനെ സ്റ്റെൻസിൽ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ വരച്ചു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ സെക്കൻഡ് 2 എണ്ണം എഴുതണം. റൈംസ് എല്ലാം 2 എണ്ണം എഴുതണം. സ്റ്റോറി മാത്രമാണ് 1 എണ്ണം മതി. ഒരു തീമിന് 2 റൈം അല്ലെങ്കിൽ ആക്ഷൻ സോങ് ആ ചെയ്യണ്ടേ. നെക്സ്റ്റ് വണ്ണില് ടീച്ചറും കുട്ടിയുമായിട്ടുള്ള ഒരു പിക്ചറാണ് ഒട്ടിച്ചത്. എന്റെ കുട്ടികളുടെ പഴയ ടെക്സ്റ്റ് കിട്ടിയിട്ടായിരുന്നു. Come dear children, we will sing together ABCD EFG. Clap your hands, clap, clap, clap. HIJK LMNOP. Nod your head, nod, nod, nod. QRST UVW. Stamp your feet, stamp, stamp, stamp. XYZ shout hooray, hooray, hooray. അങ്ങനെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിലുള്ള ചില വേർഡ്സും ആക്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ റൈംസ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് അത് ചെല്ലും. നമ്മൾ ബോർഡിൽ ചുമ്മാ എഴുതി അത് ശീലം ചെയ്യിക്കാം. അതുപോലെ തന്നെ 4 ലൈനിൽ എഴുതിപ്പിക്കുന്നതും അത് കൂടാതെ ഇതും കൂടെ ചെയ്യുമ്പോൾ അവർ ഇൻട്രസ്റ്റഡ് ആയിട്ട് ആ എഴുത്തൊക്കെ അവർ ചെയ്തോളും. കാരണം നമ്മൾ അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയല്ലേ. അപ്പൊ അത് അവർക്ക് ഇഷ്ടപ്പെടും. അങ്ങനെയാകുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഒബേ ചെയ്യും. അവർക്കൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ അവർ ഒബേ ചെയ്യില്ലേ. കുട്ടികൾ പറയുന്ന കേട്ടിട്ടില്ലേ, ഞാൻ അമ്മ പറഞ്ഞാൽ കേൾക്കാം, അല്ലെങ്കിൽ ഞാൻ അച്ഛൻ പറഞ്ഞാൽ കേൾക്കാം. കാരണം അവർക്ക് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അവര് പിന്നെ നമ്മൾക്ക് അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കേണ്ടതുണ്ടെങ്കിൽ അവരതങ്ങ് ചെയ്തോളൂ. ഇവിടെ മോള് പാട്ട് പാടിയത് പോലെ വാട്ടെന്ത് വേറെ എവിടെ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് ടീച്ചർ പെട്ടെന്ന് നമുക്ക് വാട്ട് വേർ വെൻ വിച്ച് അതിന്റെയൊക്കെ മീനിങ് പഠിക്കാൻ വേണ്ടിയിട്ട് പാട്ട് പോലെ പാടി കൊടുത്തിരുന്നു. ഇവിടെ വന്ന് പാടിയിട്ട് പഠിച്ചിരുന്നു. അത് പെട്ടെന്ന് അവർക്ക് ആ ഇഷ്ടം, ആ ഒരു ടോണൊക്കെ വരുമ്പോ അവരത് പഠിച്ചോളും. അല്ലാതെ ഫുൾ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ ചെയ്യുമ്പോൾ അവർക്കതങ്ങ് മടുപ്പായി പോകില്ലേ. ആൽഫബറ്റ്സ് ചെയ്ത പോലെ തന്നെ നമ്പർ സോങ്സും ചെയ്യണം. അതാണ് സെക്കൻഡ് റൈം വരുന്നത്. അതും ഇതുപോലെ തന്നെ 2 എണ്ണം ഇംഗ്ലീഷില്, എല്ലാം ഇംഗ്ലീഷിലാട്ടോ. വളരെ സിമ്പിൾ ഇംഗ്ലീഷ് യൂസ് ചെയ്താൽ മതി. കാരണം നമ്മൾ KG കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പോകുന്നേ. അപ്പൊ വലിയ ഗ്രാമറും വൊക്കാബുലറിയും നമുക്ക് ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള റൈംസ് മതി. എന്തോ
ആൽഫബറ്റ്സ് മാത്രമല്ലല്ലോ നമ്പേഴ്സ് ആയിട്ടും റൈംസ് ഉണ്ടാക്കിക്കൂടെ? അതെ, രണ്ടാമത്തെ നമ്പർ സോങ്സ് ആണ്. ഓക്കെ ഓക്കെ. സെക്കൻഡ് വൺ കാണുന്നില്ലേ? നമ്പർ സോങ്സ് ഞാൻ എഴുതിയത് എന്ന് വായിച്ചില്ല. നമ്പർ സോങ് എത്ര വരെയാണ് മാം? 10 വരെയാണോ അതോ? വരെ മതി, 10 വരെ മതി. ഇനി നിങ്ങൾ 10 കഴിഞ്ഞിട്ടും പഠിപ്പിക്കാൻ പോവുകയാണെങ്കിൽ പുതിയൊരു നമ്പർ സോങ് 11 തുടങ്ങി ഉണ്ടാക്കുക. 1, 2 enter the class, 3, 4 keep your bags down, 5, 6 say your prayers, 7, 8 smile each other, 9, 10 wish each other, say hi, say hello, say good morning, be happy, happy, happy. ഇതാണ് ഞാൻ എഴുതിയ ഒരു നമ്പർ സോങ്. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ അവർക്കൊരു ഗുഡ് വാല്യൂ അവരുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ ഒരെണ്ണം ട്രൈ ചെയ്തു കേട്ടോ. സേ 1 plant a tree, say 2 water daily, say 3 care it well, say 4 plant more trees, say 5 make a beautiful garden, say 6 make it awesome, say 7 touch and see the beauty, say 8 feel the fragrance, say 9 don't pluck the flowers, say 10 love them all. അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ വേണം റൈംസ് ഉണ്ടാക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ക്യാപ്സൂൾ പോയംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്യാപ്സൂൾ പരുവം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഏറ്റവും ചുരുക്കുന്നത്. അതൊരു 4 lines ഒക്കെ മതി ക്യാപ്സൂൾ പോയംസ്. അത് എന്തിനെ കുറിച്ച് വേണമെങ്കിലും എഴുതാം. ഞാനിവിടെ എഴുതിയത് ഫസ്റ്റ് വൺ, 2 വേണം. ഫസ്റ്റ് വൺ റാറ്റിനെയും ക്യാറ്റിനെയും കുറിച്ചായിരുന്നു എഴുതിയത്. സെക്കൻഡ് വൺ ഫ്ലവേഴ്സിനെ കുറിച്ചായിരുന്നു എഴുതിയത്. റാറ്റ് റാറ്റ് റൺ റൺ, ക്യാറ്റ് ക്യാറ്റ് ചേസ് ചേസ്, റാറ്റ് റൺ ക്യാറ്റ് ചേസ്, റൺ റൺ ചേസ് ചേസ്. ഇവിടെ ആകെ യൂസ് ചെയ്ത വേർഡ്സ് റാറ്റ്, ക്യാറ്റ്, റൺ, ചേസ്. ഇത് വെച്ചിട്ടാണ് ആ 4 വരി ഉണ്ടാക്കിയത്. പറ്റും, ഞാനും ഇതൊക്കെ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന് ഇരുന്ന് ചെയ്തേ പറ്റൂന്ന് വന്നപ്പോ ചെയ്യാനായിട്ട് തുടങ്ങി. ഇതിനകത്ത് വലിയ ഗ്രാമർ ഒന്നും വേണ്ടി വന്നില്ല അല്ലെ. അതുപോലെ റാറ്റും ക്യാറ്റും അല്ലെങ്കിൽ ടോം ആൻഡ് ജെറിനെ വെച്ചിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഫ്ലവേഴ്സ് ബ്ലൂം, ഫ്രാഗ്രൻസ് സ്പ്രെഡ്സ്, ബേർഡ്സ് സിംഗ്, സ്വീറ്റ്നെസ് ഫ്ലോസ്. അങ്ങനെ 4 വരിയില് ക്യാപ്സൂൾ പോയംസ് എഴുതി. ഫോക്ക് സോങ് ആണ് അടുത്തത്. 2 വേണം. പക്ഷേ അത് മാത്രം എനിക്ക് ഞാൻ എഴുതിയത് ഇഷ്ടമായില്ല. നാടൻ പാട്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഫോക്ക് സോങ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒപ്പിക്കുമായിരുന്നു ചെയ്തത്. കാരണം ഈ നാടൻ പാട്ടുകളിൽ ഇടയ്ക്ക് ചില സൗണ്ട്സ് ഒക്കെ അവർ ചേർക്കുമല്ലോ. അതായത് ഹുറേ ഹുറേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉള്ള രീതിയിൽ ഞാൻ ചുമ്മാ അങ്ങ് അവിടെ ഇവിടെയൊക്കെ കുറച്ച് സൗണ്ട്സ് ഒക്കെ ഇട്ടിട്ട് പാട്ട് ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്തു. സാധാരണ നാടൻ പാട്ടുകളൊക്കെ വരുന്നത് പണ്ടൊക്കെ ഈ ഫാമേഴ്സ് വയലിലൊക്കെ ഇങ്ങനെ പണിയെടുക്കുമ്പോ പിന്നെ നെല്ലിലൊക്കെ തടി കയറ്റുന്ന സമയത്ത് അവരവരുടെ ജോലി കുറച്ചൊന്ന് എന്താ പറയാ ആ ഒരു ബുദ്ധിമുട്ട് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവര് ചില പാട്ടുകളൊക്കെ പാടും. മീൻ പിടിക്കാൻ പോണവരും കടലിലേക്ക് പോകുമ്പോ ആ ബോട്ട് ഇങ്ങനെ തള്ളി പോകുമ്പോ അവരൊരു പാട്ട് പോലെയൊക്കെ പാടില്ലേ. അങ്ങനെയൊക്കെ മനസ്സുദ്ദേശിച്ചാണ് എഴുതാനൊക്കെ ആയിട്ട് ശ്രമിച്ചത്. ഹിപ് ഹിപ് ഹുറേ ഹുറേ, farmers sang together happily, hays waved their head in the wind, birds sang together, coo 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 coo, they happily fly together, everyone feeling happy, singing together la la la, nature also feeling happy when it touches by the raindrops. അടുത്തത് പിന്നെ കുറച്ചുകൂടി ഇച്ചിരി നാടൻപാട്ട് പോലെ തോന്നി. ഹിയ 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 ഹിയ, fishermen weep together, ha ha ha, they sang together, hiya hiya ha ha ha, they row their boat to sea for catching fish, singing yo yo la la, shouting hurray hurray. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ചുമ്മാ കുറെ വാക്കുകൾ. മാം ഇതെല്ലാം സോങ് അല്ലേ? കിയാം കിയാം കുരുവി ഞാനൊരു കിയാം കിയാം കോ. ഞാൻ അത് കോപ്പി അടിച്ചല്ല കേട്ടോ, പ്ലീസ്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. പക്ഷെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തത് ഒരു ടീച്ചർ വാല്യൂ ചെയ്യുമ്പോൾ ടീച്ചർക്കും സന്തോഷം ഉണ്ടാവും. മാർക്കൊക്കെ തരാൻ ഭയങ്കര സന്തോഷമായിരിക്കും. സെക്കൻഡ്
അടുത്തത് റിഡിൽ സോങ്. ഇവിടെ കടങ്കഥ റിഡിൽ നമ്മൾ ഫസ്റ്റ് റെക്കോർഡിൽ എഴുതിയില്ലേ, അതൊരു സോങ്ങിന്റെ രൂപത്തിൽ വേണം. അതെനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ചെയ്തു തന്നു കേട്ടോ. എനിക്ക് അത് 2 ഞാൻ എഴുതിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കുട്ടികളോട് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ആൻസർ പറയിക്കണം. ആ രീതിയിലുള്ള ഒരു സോങ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഐ ക്യാൻ ഫ്ലൈ ഹൈ, ഐ ആം നോട്ട് എ ബേർഡ്, ഐ ആം കളർഫുൾ, ഐ ഹാവ് നോ വിങ്സ്, everyone like me, all are my friends, but I need thread and you, then only I can fly, tell me my friend, who am I? Last line വരുന്നത് kite kite beautiful kite. കൈറ്റിന്റെ ഒരു പിക്ചർ ഒട്ടിച്ചത്. Okay. Then second one എഴുതിയത് I am yellow and like a ball, my house is at sky, I give light to grow, I will shine all the day, I will hide in the night, you cannot reach at me, sorry I am too hot my dear, yes it is the shining sun. അപ്പൊ അത് കൊച്ചു കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മള് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അത് ആൻസർ ചെയ്തിരിക്കും. എന്റെ ലെൻസിന് ഒരു പ്രോബ്ലം ഉണ്ടെന്നാണ് ഞാനിങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് പറ്റിയതാന്ന് അറിയില്ല. കുറച്ചധികം നേരം സംസാരിക്കുമ്പോൾ എന്റെ ബ്രീത്ത് ഹോൾഡായി പോവാം. ഇൻഹേലർ തന്നിട്ടുണ്ട് ഡോക്ടർ, പക്ഷെ അത് 2 നേരം യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കിപ്പോ തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് അത് ഇങ്ങനെ വലിക്കേണ്ടതുണ്ട്. പക്ഷെ ഡോക്ടർ 2 ടൈംസ് സജസ്റ്റ് ചെയ്തതാണ് ഞാനങ്ങ് കൺട്രോൾ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ സയന്റിഫിക് നോളജ് ടൈപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റൈം ചെയ്യണം. ഞാൻ സോളാർ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഒരു റൈം ആയിരുന്നു ചെയ്തത്. അതൊക്കെ ആകുമ്പോൾ പിക്ചർ കളക്ട് ചെയ്യാനൊക്കെ എളുപ്പമായിരുന്നു. 1, 2, 3, 4, 5, 6, 7, 8. There are 8 planets. Our Earth is one of them. Earth is round in shape. It looks like a football. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതി. അതിൽ നിന്ന് അവർക്ക് ഒരു സയന്റിഫിക് നോളജ് വരിക. നമ്മൾ എർത്തിലാണ്, അതിന്റെ ഷേപ്പ് എങ്ങനെയാണ്, സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു, സൺ ഭയങ്കര ഹോട്ടാണ്, അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ എഴുതിയത്. സെക്കൻഡ് വൺ നമ്മളുടെ എക്സ്റ്റേണൽ ഓർഗൻസിനെ പറ്റിയിട്ടുള്ള ഒരു ഇതായിരുന്നു എഴുതിയത്. വി ഹാവ് 2 eyes, eyes help us to see. We have 2 ears, ears help us to hear. We have 1 nose, nose help us to smell. We have 1 tongue, tongue help us to taste. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതിയിരുന്നു. നമ്മുടെ സെൻസസ് വെച്ചിട്ട് ആയിരുന്നു സെൻസ് ഓർഗൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തത്. നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ടൈപ്പ്. അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്ക് ചെയ്യാൻ. വിച്ച് ഈസ് ദ, അത് പറയുമ്പോൾ അതിന് ടോൺ അതിനനുസരിച്ച് മാറ്റണം. വോയിസ് മോഡുലേഷൻ റൈം പോലെ ആക്ഷൻ സോങ് പോലെ വരണം. വിച്ച് ഈസ് ദ യെല്ലോ കളർ ഫ്ലവർ, ഇറ്റ് ഈസ് സൺഫ്ലവർ. വിച്ച് ഫ്ലവർ ഗ്രോസ് ഓൺ വാട്ടർ. അങ്ങനെ അവർക്ക് നമ്മൾക്ക് എന്തെങ്കിലും പഠിപ്പിക്കണോ, PVS ഒരു ടോപ്പിക് പഠിപ്പിക്കണോ, നമ്മളൊരു റൈം പോലെ അതിനെ അങ്ങ് സെറ്റ് ചെയ്യും. എന്നിട്ട് അവർക്ക് മുന്നിൽ പ്രസന്റ് ചെയ്ത് കൊടുക്കും. സെക്കൻഡ് വൺ ഞാൻ എഴുതിയത് ആനിമൽസിനെ ബേർഡ്സിനെയും കുറിച്ചായിരുന്നു. ഹൂ ഗാർഡ്സ് അവർ ഹൗസ്, ഇറ്റ് ഈസ് ഡോഗ്. ഹൂ ഹാസ് ഗോട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്സ്, ഇറ്റ് ഈസ് സീബ്ര. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതി. നെക്സ്റ്റ് പ്രൊവൈഡ്സ് ജനറൽ നോളജ്. അത് ഞാൻ എഴുതിയത് ഒരു സാപ്ലിംഗ് ഒരാളിങ്ങനെ മണ്ണിൽ കുഴിച്ചിട്ടു, വെള്ളം ഒഴിച്ചു, സൺലൈറ്റ് ഒക്കെ കിട്ടിയപ്പോഴേക്കും അത് വളർന്ന് വലുതായി, അത് നിറയെ ഫ്രൂട്ട്സ് ഉണ്ടായി, എല്ലാവരും ഫ്രൂട്ട്സ് അത് എൻജോയ് ചെയ്തു, അതിന്റെ ഷെയ്ഡിൽ റെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു അത് ചെയ്തത്. ക്യാപ്സൂൾ പോയം അല്ലെ, ക്യാപ്സൂൾ പോയം ഒരു 4 ലൈൻസ് ഒക്കെ മതിയാകും. ഞാൻ എഴുതിയത് ഒരു റാറ്റിനെയും കാറ്റിനെയും കുറിച്ചുള്ളതായിരുന്നു, പിന്നെ ഫ്ലവേഴ്സിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു ക്യാപ്സൂൾ പോയം എഴുതിയത്. നെക്സ്റ്റ് വൺ ജനറൽ നോളജ് ആയിരുന്നില്ലേ, അപ്പൊ അതൊരു ട്രീ, ഒരു ചെറിയ ചെടി തൈ നട്ട് ട്രീ ആകുന്നത് എങ്ങനെയാണെന്നുള്ളത് എഴുതി. പിന്നെ എഴുതിയത് ഓരോ ജീവികൾക്കുള്ള വീടിന് ഓരോ പേര് പറയുമല്ലോ, ലൈക്ക് കൗവിനും ഗോട്ടിനും ഷെഡ്,
ഡോഗ് കെനലിലാണ്, ഹോഴ്സിന് സ്റ്റേബിൾ, ലയൺ ഡെന്നിലാണ്, അങ്ങനെയൊക്കെ പറയില്ലേ. അങ്ങനെ ഓരോരുത്തർക്കുടെയും ഈ ഹോം ഹൗസ് അത് പഠിക്കാനുണ്ടല്ലോ കുട്ടികൾക്ക് EVSലോ ഏതൊക്കെ സബ്ജക്റ്റിലില്ലേ, അതിനനുസരിച്ച് അത് എഴുതി വെച്ചു. പിന്നെ ഹെൽത്തി ഹാബിറ്റ്സ്, റൈറ്റ്, early to bed, early to ഇതെല്ലാം നമ്മള് പോയം ആക്കിയാണോ ചെയ്യേണ്ടത്? അതെ അതെ, ആക്ഷൻ സോങ് പോലെ ചെറുതായിട്ട് എഴുതും. നമുക്ക് എല്ലാ നല്ല ടോപ്പിക്കും ബേസ് ചെയ്ത് പോയംസ്. അതെ, നല്ല ടോണിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റണം, ആക്ഷൻസ് കാണിക്കാനും പറ്റണം, പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുകയും പറ്റണം. കാരണം വെച്ചാൽ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കരുത്, അത്രയും സിമ്പിൾ ആയിട്ട് നല്ലപോലെ ചെയ്യാം. ഹെൽത്തി ഹാബിറ്റ്സ് കഴിഞ്ഞിട്ട് ഗ്രേറ്റ് പീപ്പിൾ, അബൌട്ട് ഗ്രേറ്റ് പീപ്പിൾ, അതും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയ ഒരു തീമായിരുന്നു ഞാൻ എഴുതിയത്. എനിക്ക് ആ ഒരു തീം വന്നപ്പോ എന്റെ മനസ്സിലേക്ക് ആദ്യം വന്ന രണ്ട് ഒരു വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞ, ഒന്ന് ജീസസ് ക്രൈസ്റ്റും ഒന്ന് മദർ തെരേസയായിരുന്നു. എനിക്കത് നല്ലപോലെ അത് എഴുതാൻ പറ്റി. കാരണം നമ്മുടെ മനസ്സിൽ നമ്മൾ എപ്പോഴും ഓർക്കുന്ന രണ്ട് പേരാണല്ലോ. അങ്ങനെ ജീസസ് ക്രൈസ്റ്റിനെ പറ്റിയിട്ടും മദർ തെരേസയെ പറ്റിയിട്ട് എഴുതി. ഓ ജീസസ്, യു സൺ ഓഫ് ഗോഡ്, he is unique and kind, he heals the wound and pain, he speaks about love only, he says you shall love your neighbors as yourself, he says love God with all your heart, soul and mind, he the love and kind. അങ്ങനെ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അവരുണ്ട്. അപ്പൊ നമുക്ക് അവരെ പറ്റി എഴുതാൻ പ്രത്യേകിച്ച് വാക്കുകളൊന്നും അന്വേഷിച്ച് പോകേണ്ട വന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾക്ക് വളരെ പ്രിയപ്പെട്ടത് അങ്ങനെ ഓരോന്നും അങ്ങനെ ഓർത്തോർത്ത് എഴുതുവാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ എഴുതാൻ പറ്റും. അത് കഥയാണെങ്കിലും ഇതുപോലെ റൈംസ് ആണെങ്കിലും. അവരുടെ പിക്ചേഴ്സ് ഒട്ടിക്കാം. ഈ അബൌട്ട് അനിമൽസ്, അതും നമുക്ക് ഈസി ആയിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ ഫസ്റ്റ് അനിമൽസിനെ പറ്റി എഴുതിയപ്പോ അനിമൽസിന്റെ സൗണ്ട് അതും കുട്ടികൾക്ക് ചെറിയ ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. We can make so many sounds. Animals can make their own sounds. Dog barks, bow, bow, wow. Cat mews, mew, mew. അങ്ങനെ സൗണ്ട്സ് കുട്ടികളെ പഠിപ്പിക്കാൻ അത് നല്ലപോലെ വോയിസ് മോഡുലേഷൻ എടുക്കണവർക്കൊക്കെ നല്ലപോലെ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ അങ്ങനെ സൗണ്ട്സ് വെച്ചിട്ടാണ് അബൌട്ട് അനിമൽസ് പറഞ്ഞപ്പോൾ എഴുതിയത്. പിന്നെ സെക്കൻഡ്, അതിന് രണ്ടെണ്ണം എഴുതുന്നുള്ളൂ. അതില് ഓരോ അനിമൽസും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്. കൗ ആൻഡ് ഗോട്ട് ഗിവ് us milk, so was buffalo too. Sheep gives us wool, അങ്ങനെ എഴുതി. So was snake into clothes എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ dog guards our home, he is too close to men. ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അനിമൽസ് നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് അബൌട്ട് ബേർഡ്സ്, അവിടെയും ബേർഡ്സിന്റെ ശബ്ദങ്ങളും എഴുതി, അവരുടെ പ്രത്യേകതകളും. പീകോക്ക് ഡാൻസ് ബ്യൂട്ടിഫുള്ളി, പാരറ്റ്സ് ടോക്ക് നൈസ്ലി, owls can see only night. അങ്ങനെ ബേർഡ്സിനെ പറ്റി അവരുടെ സ്പെഷ്യാലിറ്റി എന്താണോ അതിനനുസരിച്ച് അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രെയർ സോങ്സ് രണ്ടെണ്ണം എഴുതി. അത് നത്തിങ് റിലീജിയസ് ആ രീതിയിലുള്ള പ്രെയർ സോങ്സ് ആണ് എഴുതിയത്. അതിന് പിക്ചേഴ്സ് ഒട്ടിച്ചു. ഒരു സെക്കുലറിസം വരുന്ന രീതിയിലുള്ള പിക്ചേഴ്സും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയുമായിരുന്നു റൈംസിൽ വന്നത്. നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട്സ് ഉണ്ട് റൈംസിൽ എന്തുപറ്റി, എങ്ങനെ എഴുതുന്നു വിചാരിച്ചിട്ടാണോ? കുറെ സ്മൈലി പിക്ചേഴ്സ് വേണോ മാം? ഇല്ലുസ്ട്രേറ്റഡ് ആക്ഷൻ റൈം ബുക്ക് എന്നാണ്. ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാത്തിനും പിക്ചേഴ്സ് വേണം. വരയ്ക്കാം, പേസ്റ്റ് ചെയ്യാം. Any doubts? കാരണം ഈ സ്റ്റോറിയുടെ പറയാനുള്ള സമയമില്ല, അതുകൊണ്ടാണ് ഞാനത് സ്റ്റോപ്പ് ചെയ്തത്. 5 minutes കൂടെ അല്ലേ ഉള്ളൂ. അല്ലേ, സാവധാനം ഇരുന്ന് ആലോചിച്ചിരുന്ന് എഴുതി തുടങ്ങിക്കോളൂ. ലാസ്റ്റ് മൊമെന്റ് വിചാരിച്ചാൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാതെ വരും. അപ്പോഴാണ് ഒരു കോപ്പി പേസ്റ്റ് എന്നുള്ളതിലേക്ക് പോകും അറിയാതെ തന്നെ. റെക്കോർഡ് ഫിനിഷ് ചെയ്യാൻ ഇപ്പോഴേ തുടങ്ങി ആലോചിച്ചു കഴിഞ്ഞാൽ കിട്ടും. പെട്ടെന്ന് എഴുതാൻ പറ്റും, പെട്ടെന്ന് തീരും. നമ്മള് ബുദ്ധിമുട്ടാന്ന് വിചാരിച്ചിരിക്കും. എല്ലാവരുടെയും എക്സ്പീരിയൻസ് അതായിരുന്നു കേട്ടോ. അയ്യോ ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചവരൊക്കെ പറയുമായിരുന്നു.
എന്തൊക്കെ ഐഡിയാസ് എവിടെ നിന്നൊക്കെയാ വരുന്നതെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പറയുമായിരുന്നു. അതുപോലെ കിട്ടി. അപ്പൊ ഇത് ഈ ഓർഡറിൽ തന്നെ എഴുതണമെന്നില്ല കേട്ടോ. ഈ ഓർഡറിൽ തന്നെ എഴുതണമെന്നില്ല, ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാം. ഇപ്പൊ ചിലപ്പോൾ ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പ് ആയിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നത്, ആദ്യം അത് എഴുതിക്കുള്ളൂ, കുഴപ്പമില്ല. പക്ഷെ എഴുതുമ്പോൾ അതിന്റെ 2 റൈമും ഒരുമിച്ച് എഴുതണം, ആ ഒരു രീതിയിൽ എഴുതണം. അപ്പൊ ഏതാണോ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടുന്നത് അതിനനുസരിച്ച് എഴുതും. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ മാം സെക്കൻഡ് റെക്കോർഡ് ചെയ്ത് ഇത്രയും മാത്രമല്ലേ ഉള്ളൂ? അതെ, അത്രയേ ഉള്ളൂ. കൂടുതലായിട്ട് ചേർക്കണമെങ്കിൽ ചേർക്കാന്ന് ഞാൻ പറഞ്ഞിരുന്നു. വേറെ ഏതെങ്കിലും തീമിൽ നിങ്ങൾക്ക് റൈം എഴുതണോ, നിങ്ങൾ എഴുതുന്നവരുണ്ടാവും ചിലപ്പോ, അങ്ങനെ എഴുതിയത് ചേർത്ത് വെക്കണോ? അന്ന് ഞാന് ഫസ്റ്റ് റെക്കോർഡ് സെക്കൻഡ് റെക്കോർഡും ഒരെണ്ണത്തിൽ തന്നെ എഴുതിയെന്ന് പറഞ്ഞില്ലേ, ഓർക്കാതെ? അപ്പൊ മാം പറഞ്ഞില്ലേ ഒരു രണ്ടാമത്തെ ബുക്ക് പോലെ നടുക്ക് എന്തെങ്കിലും വെച്ച് ചെയ്യാനെന്ന്. ഞാൻ ജസ്റ്റ് ചെയ്ത് ഒന്ന് കാണിക്കട്ടെ? കാണിക്കൂ. അതെ, ഇതാണ് രണ്ടാമത്തെ ഇതായിട്ട്. ഇതിനകത്ത് തന്നെ പേജ് ഉണ്ടായിരുന്നു, അപ്പൊ രണ്ടാമത്തെ ഇതായിട്ട് ചെയ്തു, നടുക്കൊരു ഇത് വെച്ചിട്ട്. ഓക്കെ, ഒരു ബുക്ക് മാർക്കും കൂടെ വെച്ചേക്കൂ. ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ബുക്ക് മാർക്ക് പുറത്തേക്ക് ഇങ്ങനെ ഇരിക്കണം. അപ്പൊ നമുക്ക് അതാണ് സെക്കൻഡ് ഭാഗം എന്നുള്ളത് മനസ്സിലാവുമല്ലോ. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ദാണ്ടേ. ഓക്കെ, കുഴപ്പമില്ല. ശരി മാം. മാം, എനിക്ക് ക്ലാസ് റൂമിൽ 6 അസൈൻമെന്റും സെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. 4 എണ്ണം സെൻഡ് ആയി, 2 എണ്ണം എങ്ങനെയൊക്കെ നോക്കിയിട്ട് സെൻഡ് ആവുന്നില്ല. അപ്പൊ അത് മാത്രമായിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്തിട്ടോ? ഒരു വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ലേ? അതന്നെ മാം, ഈ സെൻഡ് ചെയ്യാൻ പറ്റാത്തത് മാത്രം സെൻഡ് ചെയ്യാനോ അതോ 6ഉം ഒരുമിച്ച് വാട്സപ്പിൽ സെൻഡ് ചെയ്യാനോ? ഇല്ല, ഓൾറെഡി അപ്ലോഡ് ആയിട്ടുണ്ടല്ലോ, കുഴപ്പമില്ല. മറ്റേത് പറ്റാത്തത് മാത്രം വാട്സപ്പിൽ ചെയ്താൽ. ഞാനും ചെയ്തപ്പോ അങ്ങനെ തന്നെ സംഭവിച്ചു. മാം എല്ലാം കൂടി ഒപ്പം സബ്മിറ്റ് ചെയ്യണമെന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഒന്ന് സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് രണ്ടാമത് മാർക്ക് വന്നിട്ട് സബ്മിറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് മാർക്ക് വന്നിട്ടില്ല, എന്നാലും സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നിന്നപ്പോ ആഡ് ടു വർക്ക് കൊടുക്കുമ്പോ വരുന്നില്ല. ടെക്നിക് ഇഷ്യൂ എന്താന്ന് അറിയില്ല. അത്രയും ചിലപ്പോ ലോഡ് ആവുന്നുണ്ടാവില്ലായിരിക്കും, എന്താണെന്നും അറിയില്ല. ആയതിന് മാർക്കും വന്നിട്ടില്ല മാം. ടീച്ചറെ, എനിക്ക് മാർക്ക് വന്നില്ലല്ലോ. എന്തോ? എന്റെ അസൈൻമെന്റിന് മാർക്ക് വന്നിട്ടില്ല. ഓക്കെ, വരും. മാം, അത് ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്നിച്ച് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ വീണ്ടും അൺസബ്മിറ്റ് ചെയ്ത് പിക്ചർ കയറ്റേണ്ടി വരും. അല്ലാതെ അത് ഹാൻഡിൽ ചെയ്ത് വീണ്ടും കയറാന്ന് വെച്ചാൽ പറ്റില്ല. കാരണം ഒരു ക്വസ്റ്റ്യനിൽ മാം ഒരുമിച്ചാണ് 6 അസൈൻമെന്റ് തന്നിട്ടുള്ളത്. അപ്പൊ ഒരുമിച്ച് തന്നെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒന്ന് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് മാർക്ക് വന്ന് വീണ്ടും ചെയ്യാം, അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലാതെ 6 അതാണ് എനിക്കും തോന്നുന്നത്. ഒരു ക്വസ്റ്റ്യൻ എല്ലാം കൂടി ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തരിക കാരണേ നമ്മൾ അതിന്റെ ആൻസർ ഒരു വട്ടം സബ്മിറ്റ് ചെയ്തു, വീണ്ടും രണ്ടാമത്തതിന്റെ അങ്ങനെ ആവുമ്പോ അത് എന്താന്ന് ശരിയാ കറക്റ്റ് ആവണില്ല. അതെങ്ങനെയാണെന്നറിയോ? അൺസബ്മിറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ ചെയ്തത് സബ്മിറ്റ് ചെയ്തിട്ട് പിന്നെ അത് അൺസബ്മിറ്റ് ചെയ്യണം. ചെയ്തിട്ട് ബാക്കി അപ്ലോഡ് ചെയ്താൽ മതി. ഞാൻ എങ്ങനെയാ ചെയ്തത്, എന്നിട്ട് എനിക്ക് മാർക്കും വന്നു. എനിക്ക് ടെക്നിക്കൽ സൈഡിനെ പറ്റി കൂടുതൽ അറിയില്ല സബ്മിഷന്റെ. അത് വേണമെങ്കിൽ ഞാനൊന്ന് ചോദിച്ച് ക്ലിയർ ചെയ്യാം. അപ്പം ജോഫി പിന്നെ അതുപോലെ രശ്മിനെയൊക്കെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പറ്റുമായിരിക്കും. ഞാൻ അത് വേണമെങ്കിൽ നാളെ ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്താലും മതി. മാം ഒന്ന് ക്ലാരിഫൈ ചെയ്ത് പറയൂ. പറയും. ഇനി എന്തെങ്കിലും ഉണ്ടോ? പെൻഡിങ് ആയിട്ട് വർക്ക് വെക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് മൊമെന്റിലേക്ക് വെക്കുമ്പോൾ നമുക്കറിയാം, നമ്മളുടെ വീട്ടില് നമ്മളുമായി കണക്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടാവും, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ പേരുണ്ടാവും, കൊച്ചുകുട്ടികളുണ്ടാവും, വലിയ ആൾക്കാരുണ്ടാവും. അപ്പൊ എന്തെങ്കിലും ഒരു എമർജൻസി, നമ്മൾക്കൊരു പേഴ്സണൽ എമർജൻസി വന്നാൽ നമ്മൾ നമ്മളുടെ ഈ കാര്യം മാറ്റി വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ആകും, അല്ലേ? അതുകൊണ്ട് പലപ്പോഴും ഈ ലാസ്റ്റ് മൊമെന്റ് തുടക്കത്തിലേ നല്ല രീതിയിൽ ചെയ്തു വന്നിട്ട് ലാസ്റ്റ് ആവുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ കുട്ടികൾ വിളിച്ച് ഭയങ്കര വിഷമം പറയാറുണ്ട്. നമുക്കും അപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാണ്ട് വരും. കോഴ്സിന്റെ ടൈം തീരാറാവുമ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ആവുന്നത്.
അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് മാക്സിമം വർക്കുകളൊക്കെ അങ്ങ് കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. എക്സാം ടൈം ആകുമ്പോൾ റിലാക്സ് ചെയ്ത് പരീക്ഷ എഴുതാം. സൈൻ ഓഫ് ചെയ്യട്ടെ മാം. ആ ശരി. ആ മുതൽ അം വരെയുള്ള ഒരു പാട്ടാണേ, മലയാളാക്ഷരം. അക്കരെ കുന്നിലെ മാവിന്റെ കൊമ്പത്ത് 1000 പച്ചപ്പനന്തത്തകൾ, ഇക്കരെ നോക്കൂ ഈ തോടിന്റെ വക്കത്ത് ഈറ്റകൾ കാറ്റത്തങ്ങാടിടുന്നു, ഉണ്ണിയും സണ്ണിയും കൂട്ടരോടൊത്തിട്ട് ഊഞ്ഞാലിലാടി രസിച്ചിടുന്നു, ഋഷഭങ്ങൾ 6 ആറിൽ കുളിക്കുന്നു, എന്തൊരു കൗതുകം എന്തു ഭംഗി, ഏത്തപ്പഴക്കുല വെട്ടിയെടുത്തിട്ട് ഐക്യമോടെയവർ എണ്ണിടുന്നു, 1 അല്ല 2 അല്ല 5 എടുത്തു കുഞ്ചു, ഓമനക്കുഞ്ഞിനും 9 എണ്ണം, ഔഷധമെന്ന് പറഞ്ഞവർ 8 എണ്ണം, അംബിക ചേച്ചിക്കും നൽകി പിന്നെ. താങ്ക് യു മാം. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഇതുപോലെ റൈംസ് ചെയ്യുമോ നിങ്ങൾ? നമ്മുടെ ഈ ഇല്ലസ്ട്രേറ്റഡ് ആക്ഷൻ റൈം നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. താങ്ക് യു. താങ്ക് യു. മാം. ഗുഡ് നൈറ്റ് മാം. താങ്ക് യു മാം. താങ്ക് യു മാം. ഹായ്. താങ്ക് യു മാം. ഹായ്. താങ്ക് യു മാം.